നോൺ വെജ് കറികൾ വെക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിനായി ഓരോ കറികളിലും ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതിലേക്ക് സാധാരണ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർക്കുന്നതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ചിക്കൻ ഫ്രൈക്ക് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങയുടെ പകുതി നീര്, പിന്നെ വേണ്ടത് കസൂർ മേത്തി ലീവ്സ് ആണ്. അതിനുശേഷം 1 സവാള ചെറുതായി കട്ട് ചെയ്തത്, വളരെ ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ ഒരു സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വരുന്നത്. ആ ഒരു സാമ്പാർ പൗഡറും പിന്നെ കസൂർ മേത്തി ലീവ്സ് ഒക്കെ ഇട്ടതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് അപാര രുചിയിലുള്ളൊരു കൊഞ്ച് ഫ്രൈ ആണ് കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ഫെണൽ സീഡ്സ് ഉണ്ടല്ലോ, അത് ചേർത്തെടുക്കാം. പെരിഞ്ജീരകം, പിന്നെ സവാള പകുതിയാണ് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഓയിലും വിനാഗിരിയും കൂടിയാണ് 1 ടേബിൾ സ്പൂൺ വീതമാണ് രണ്ടും ഒഴിച്ചെടുത്തത്. പിന്നെ വേണ്ടത് 1/4 കപ്പോളം തേങ്ങയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനം വന്ന ആ ഒരു സവാളയും ആ ഒരു തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറേ കറി ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അത് അടച്ചു വെക്കുന്നുണ്ട്. ഇനി തിരിച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സവാളയും പിന്നെ തേങ്ങ ഉണ്ടല്ലോ, അതെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് കണവ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കണവ കഴുകി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 4 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 15 ഉള്ളി, പിന്നെ വെളുത്തുള്ളി 2 അല്ലി, ഇനി ഇഞ്ചി 1 കഷ്ണം, ഒരു പച്ചമുളക്, പിന്നെ വേണ്ടത് ഫെണൽ സീഡ്സ് ആണ്, പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ, പിന്നെ ഇപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്. ഇത്രയും കൂടി ചേർത്ത് ആ ഒരു മസാല അടിച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റ് രൂപത്തിലല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ അടിച്ചു വെച്ച ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3 5 മിനിറ്റ് വരെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ ആ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ റോസ്റ്റായി കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ വേവിച്ച് വെച്ച ആ ഒരു കണവയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതിൽ നിന്ന് വന്ന വെള്ളമാണ് കേട്ടോ. ആ വെള്ളത്തോട് കൂടി തന്നെ ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നുകൂടി വെള്ളം ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. അടുത്തതൊരു എഗ് റോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ഇതിലേക്ക് 1 സവാള, 1 തക്കാളി, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ വേണ്ടത് ഫെണൽ സീഡ്സ് 1 ടീസ്പൂൺ, കസൂർ മേത്തി ലീവ്സ്, കാഷ്യൂ നട്ട് സോക്ക് ചെയ്ത് 10 15,
ഇത് ഓപ്ഷണലാണ് കേട്ടോ, ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. പിന്നെ നമ്മൾ അടിച്ചു വെച്ച ആ ഒരു സവാള പേസ്റ്റ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ പച്ചമണം മാറുന്നത് വരെ തന്നെ വഴറ്റണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് വരെ വഴറ്റിയെടുത്താൽ ആ ഒരു പച്ചമുളകൊക്കെ മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച്, ഗരം മസാല പൗഡർ ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, ആ പച്ചമണം മാറാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഒരു മുട്ട ഇതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റോളം ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് ആണ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സാധാരണ നമ്മൾ വെക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയായിരിക്കും. ഇനി അടുത്തതൊരു മീൻ കറി ആയാലോ. ഇതിലേക്ക് ഉള്ളി ഒരു 15ഓളം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 1 തക്കാളി, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണ തിളച്ച് വരുമ്പം ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തത്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഉണ്ടല്ലോ അത് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയാണ് കേട്ടോ. ഇനി അരച്ചു വെച്ച ഉള്ളിയും തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 3 മുതൽ 5 മിനിറ്റ് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ ഒരു മീൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു കായപ്പൊടി നല്ലതായിരിക്കും. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തത്, അതാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വെക്കുവാണെങ്കിലല്ലേ നല്ലൊരു തിക്കായിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി ഞാനിവിടെ കുടംപുളിയാണ് ചേർത്തത്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും ചേർത്ത് കൊടുക്കാം. ഏത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ വെക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. തിക്കായിട്ടുള്ളൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മീൻ കറി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ചാളയാണ് എടുത്തിരിക്കുന്നത്. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഏത് മീൻ കറി ആണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്തതല്ലേ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം വെളുത്തുള്ളി തൊലി കളയാതെ ഇഞ്ചിയും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടി ചേർക്കാം. പിന്നെ നാരങ്ങയും കൂടി ചേർക്കുകയാണെങ്കിൽ ആ ഒരു മീൻ പൊരിച്ചതിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടേക്ക് നാരങ്ങ നീരും പിന്നെ കുറച്ച് ഓയിലും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.